ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു റെഡ്സ് ബൈ ടെക്. അപ്പോൾ ഇന്ന് നമ്മൾ nodejs എങ്ങനെയാണ് നമ്മൾ ടെർമാക്സ് ഇൻസ്റ്റാൾ ചെയ്യുക, അതുപോലെ തന്നെ ഹലോ വേർഡ് എങ്ങനെയൊക്കെ പ്രിൻറ്റ് ചെയ്യാം, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ APT അപ്ഗ്രേഡ് ചെയ്തതിന് ശേഷം ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കമാൻഡ് കൊടുക്കുക. സോ അതെന്താ വെച്ചാൽ ഓരോ തവണയും നമ്മൾ ഏതെങ്കിലും പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ തന്നെ ഈ ഒരു APT അപ്ഗ്രേഡ് ചെയ്തതിന് ശേഷം മാത്രം ആ ഒരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കമാൻഡ് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഒരു എറർ വരുന്നതായിരിക്കും. സോ അതുകൊണ്ടാണ് എപ്പോഴും പാക്കേജസ് എല്ലാം തന്നെ അപ്ഡേറ്റ് ആക്കാൻ വേണ്ടി പറയുന്നത്. സോ ഇനി നമുക്ക് പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കമാൻഡ് കൊടുക്കാം. സ്ക്രീൻ ഒന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. സ്ക്രീൻ ക്ലിയർ ചെയ്തതിന് ശേഷം പാക്കേജ് ഇൻസ്റ്റാൾ nodejs എന്ന് കൊടുക്കുക. എന്നിട്ട് എൻ്റർ ക്ലിക്ക് ചെയ്യുക. സോ അത് കഴിഞ്ഞാൽ എൻ്റെ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. നിങ്ങൾ ഇൻസ്റ്റാൾ ആയില്ല എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാൾഡ് ആക്കുക. ഓക്കെ, ഇനി നമുക്ക് സ്ക്രീൻ ഒന്ന് ക്ലിയർ ചെയ്യാം. സ്ക്രീൻ ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്കിനി nodejsൻ്റെ വേർഷൻ എന്താണെന്ന് അറിയണം. അപ്പോൾ അതിനായിട്ട് നോഡ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് -v എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വെർഷൻ ഏതാണെന്ന് അറിയാൻ കഴിയും. അതുപോലെ തന്നെ ഇപ്പോൾ നോഡ് എന്നല്ല എന്തോ npm എന്ന് ടൈപ്പ് ചെയ്യുക. npm -v എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ ഒന്നുകൂടി npm എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ npmൻ്റെ വെർഷൻ അറിയും. ഈ npm എന്താ വെച്ചാൽ ഇപ്പോൾ nodejsന് ആവശ്യമായിട്ടുള്ള ചില പാക്കേജ് റിക്വയർമെൻറ്റിന് വേണ്ടിയിട്ടാണ് npm യൂസ് ചെയ്യാറുള്ളത്. അതായത് ഇപ്പോൾ ഫൗണ്ടിന് കളർ വരുന്നത്, അതുപോലെ തന്നെ മറ്റ് ചില പാക്കേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതുപോലെ തന്നെ ഇതിൻ്റെ ഹെൽപ്പ് കമാൻഡ് നമുക്ക് നോക്കാം. നോഡ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വരും. എന്നിട്ട് ഹെൽപ്പ് കമാൻഡ് കൊടുക്കുക. അപ്പോൾ ഇതിൽ എങ്ങനെയാണോ അതിൻ്റെ ഹെൽപ്പ് കമാൻഡും കാര്യങ്ങളും യൂസ് ചെയ്യുന്നതിൻ്റെ മെത്തേഡും കാര്യങ്ങളും ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് റീഡ് ചെയ്യുക. എന്നിട്ട് അത് ഇതുപോലെ ചെയ്ത് നോക്കാം നിങ്ങൾക്ക്. സോ ഞാനിപ്പോൾ ഇതിൽ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് തന്നെ ഇപ്പോൾ പൈത്തനൊക്കെ ഇൻസ്റ്റാൾ ആക്കിയതിന് ശേഷം പൈത്തനിലൊക്കെ എങ്ങനെയാണോ പൈത്തൻ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം മൾട്ടിപ്ലിക്കേഷൻ കാര്യങ്ങൾ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇതിൽ നടക്കുന്ന ഒരു സംഭവമാണ്. അതായത് നമുക്ക് മൾട്ടിപ്ലിക്കേഷനും സബ്ട്രാക്ഷനും എല്ലാം തന്നെ ചെയ്യാം. എല്ലാവിധ കാൽക്കുലേഷൻ തന്നെ ഇതിൽ തന്നെ ചെയ്യാം. ഓക്കെ, ഒരു എക്സാമ്പിളാണ് ഇപ്പോൾ ഞാൻ സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇനി നമുക്ക് എങ്ങനെയാണ് ഹലോ വേർഡ് പ്രിൻറ്റ് ചെയ്യാം. ഹലോ വേർഡ് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ കൺസോൾ ഡോട്ട് എന്ന് വെച്ചാൽ കീബോർഡ് ചെറിയൊരു സീൻ ഉണ്ട്. ഓക്കെ, കൺസോൾ ഡോട്ട് ലോങ് ആൻഡ് ബ്രാക്കറ്റ് കൊടുക്കുക. ബ്രാക്കറ്റിനുള്ളിൽ കൊട്ടേഷൻ മാർക്ക് കൊടുക്കുക. കൊട്ടേഷൻ മാർക്കിൻ്റെ ഉള്ളിൽ നമുക്ക് ടൈപ്പ് ചെയ്ത ടെസ്റ്റ് എന്താണോ അത് അതിൻ്റെ ഉള്ളിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഹലോ വേൾഡ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. എന്നതിന് ശേഷം ആ ഒരു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു കൊട്ടേഷൻ മാർക്ക് ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുക. രണ്ട് സൈഡിൽ കൊട്ടേഷൻ മാർക്ക് ആ ഒരു ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തിട്ട് എൻ്റർ ക്ലിക്ക് ചെയ്ത് നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് പ്രിൻറ്റ് ചെയ്ത് വരുന്നതായിരിക്കും. സോ ഇനി നമുക്ക് ബാക്ക് അടിക്കാൻ വേണ്ടിയിട്ട് Ctrl D അടിച്ച് കഴിഞ്ഞാൽ ബാക്കോട്ട് വരുന്നതായിരിക്കും. സോ അതുപോലെ തന്നെ ഇനി നമുക്ക് ഇതിലൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് ഹലോ വേർഡ് പ്രിൻറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ സാധാരണ പോലെ തന്നെ ടച്ച് എന്ന കമാൻഡ് കൊടുക്കുക. ഫയൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഇതിന് നമുക്ക് ഇഷ്ടമുള്ള ഫയൽ നെയിം കൊടുക്കുക. ഞാൻ സ്പൈ എന്നുകൊണ്ടാണ് കൊടുക്കുന്നത്. spy.js എന്ന് കൊടുക്കുക. എന്ന് വെച്ചാൽ ഈ ഒരു ഫയലിൻ്റെ കൂടെ JS എന്ന് കൊടുക്കണം. സോ നാനോ spy.js എന്ന ഫയൽ തുറക്കാൻ വേണ്ടിയിട്ട് നാനോ ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫയൽ ഓപ്പൺ ആവുന്നതായിരിക്കും. എന്നിട്ട് അതിന് ശേഷം നമുക്ക് എന്താണോ അതിനകത്ത് കൊടുക്കേണ്ട കോഡും കാര്യങ്ങളും അത് ഈ ഒരു നാനോ ടെസ്റ്റ് എഡിറ്ററിൻ്റെ ഉള്ളിൽ കൊടുക്കുക. കൺസോൾ ഡോട്ട് ലോങ് ആൻഡ് നമ്മൾ നേരത്തെ എന്താണോ ഹലോ വേർഡ് പ്രിൻറ്റ് യൂസ് ചെയ്തത് അത് സെയിം തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. സോ ചെറിയൊരു സംഭവമാണ്, പക്ഷേ ഇതിന് കൂടുതലായിട്ട് ട്യൂട്ടോറിയൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. കാരണം അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് അറിഞ്ഞെങ്കിൽ അതിൻ്റെ ബേസിക് അറിഞ്ഞെങ്കിൽ മാത്രമാണ് nodejs പഠിക്കാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്.
സോ ഇതിനകത്ത് കൺസോൾ ഡോട്ട് ലോങ് എന്ന ടൈപ്പ് ചെയ്തെടുത്ത് ഉള്ളിൽ സബ്സ്ക്രൈബ് എന്ന് കൊടുത്തു. എന്നിട്ട് ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ഫയൽ സേവ് ചെയ്തിട്ട് നമ്മൾ പുറകോട്ട് വന്നു. ഇനി അതിന് ശേഷം നോഡ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് spy.js എന്ന ഫയൽ നെയിം കൊടുക്കുക. എന്നിട്ട് എൻ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഫയലിനകത്ത് എടുത്തു തന്ന പ്രോഗ്രാം റണ്ണായി വരുന്നതായിരിക്കും.